ഹലോ, അപ്പം നമുക്കിന്നൊരു വെണ്ടയ്ക്ക കറി നോക്കിയാലോ. അതിന് നമുക്ക് വെണ്ടയ്ക്ക വേണം, ചെറുള്ളി, പച്ചമുളകും, തക്കാളി, വേപ്പില ഒക്കെ വേണം കേട്ടോ. നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരാം. അതായി കഴിഞ്ഞിട്ടുള്ള എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുക, പിന്നെ ഉലുവ പൊട്ടിക്കുക, പിന്നെ ചെറുള്ളി, മുളകും വേപ്പിലയും കൂടെ നമ്മളൊന്ന് നന്നായി മൂപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞളും മല്ലിപ്പൊടിയും കുറച്ച് എരിവിന് മാത്രം മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ആ മണം പോകുന്ന വരെ ഒന്ന് ഇളക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയൊക്കെ ഇട്ട് അതൊന്ന് വെന്തുടങ്ങിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരിയ വെണ്ടയ്ക്ക ഇടാം കേട്ടോ. വെണ്ടയ്ക്കയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി.